അന്യനെ കൊല്ലുന്ന നരഹത്യ, സാധാരണഗതിയിലുള്ള നരഹത്യയും നമ്മിൽ കൂടി വരികയാണ്. നിസ്സാര കാരണങ്ങളുടെ പേരിൽ, വാക്ക് തർക്കങ്ങളുടെ പേരിൽ, ചെറിയ ഉറുപ്പിക തർക്കങ്ങളുടെ പേരിൽ റമദാനിൽ കണ്ടിലെ കത്തിക്കുത്തുകൊണ്ട് കുത്തിക്കൊന്ന് ചെറിയ നിസ്സാര തർക്കത്തിന്റെ പേരിൽ ഇനി കൊട്ടേഷൻ സംഘങ്ങളെയോ മറ്റോ ഒക്കെ ഏൽപ്പിച്ചിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള ഓരോരോ കൂട്ടക്കാർ, ഗുണ്ടകൾ, ഭീകരന്മാർ, അക്രമികൾ, ക്രൂരന്മാർ ഓരോരോ മനുഷ്യന്മാരെ കൊല്ലുന്നതിന്റെ രീതികൾ നമ്മൾ വായിച്ചാൽ കൊലാമറിയുന്നത് ഒരു പ്രശ്നമല്ലാതായി തീർന്നിരിക്കുന്ന മനുഷ്യനെ അല്ലാഹു തആല ഇതിന്റെ ഗൗരവമാണ് കുറിക്കുന്നത്. ഈ കൊലക്കരയാക്കുന്നതിന് വിശ്വാസിയായ മോമിനായ മനുഷ്യനെയാണോ, അവന്റെ കുടുംബം നോക്കേണ്ട, അയൽവാസിയാണോ എന്ന് നോക്കേണ്ട, അടുത്തയാളാണോ എന്ന് നോക്കേണ്ട, മുസ്ലിയാരാണോ പണ്ഡിതനാണോ എന്ന് നോക്കേണ്ട, മറ്റ് സമൂഹത്തിൽ അയാളുടെ തലത്തിലുള്ള സ്ഥാനമാനങ്ങൾ ശ്രദ്ധിക്കേണ്ട വിശ്വാസിയായ ഒരു മനുഷ്യനാണോ, ആ വിശ്വാസിയായ മനുഷ്യനെ കൊന്നാൽ അവൻ അർഹിക്കുന്ന ശിക്ഷ ശാശ്വതമായ നരകശിക്ഷയാണ്. വാസ്തവത്തിൽ ശാശ്വതമായ നരകശിക്ഷ അവിശ്വാസിയായ കാഫിറിനല്ലാതെ അല്ലാഹു തആല നൽകുകയില്ലെന്ന് വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ അനിവാര്യമായ ഭാഗമാണ്. ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്ന തത്വവുമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ വാചകത്തെ ഖണ്ഡിതമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ബാഹ്യാർത്ഥം മനസ്സിലാക്കാവുന്ന ഈ വാചകത്തെ നമ്മുടെ ഇമാമുകൾ വ്യാഖ്യാനിക്കുകയാണ്. വലൗ ഖതലൻ നഫ്സൽ ഹറാമ തഅമ്മുദ, ബോധപൂർവം പവിത്രമായ വിലവെക്കപ്പെടുന്ന ഒരു രക്തമുള്ള ഒരു വിശ്വാസിയെ ഒരാൾ വധിച്ചാലും അയാൾ ശാശ്വതമായി നരകത്തിൽ കിടക്കില്ല. പിന്നെ അല്ലാഹു തആല ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, അയാൾ നൽകപ്പെടേണ്ട ശിക്ഷ, അയാൾ അർഹിക്കുന്ന ശിക്ഷ അയാൾ ശാശ്വതമായ നരകത്തിൽ കിടക്കലാണ്. പക്ഷെ അർഹിക്കുന്നത് മുഴുവൻ അല്ലാഹു നടപ്പാക്കിക്കൊള്ളണമെന്നില്ലല്ലോ. പണ്ഡിതന്മാരിൽ പലരും ഈ ആയത്തിന് വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ്. ഇമാം വാഹിദിയെ പോലുള്ളവർ ഈ ആയത്തിന് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അർഹിക്കുന്ന ശിക്ഷ ശാശ്വതമായ നരകത്തിൽ കിടക്കലാണ്. പക്ഷെ അർഹിക്കുന്ന ശിക്ഷ വിശ്വാസിയായതുകൊണ്ട് നടത്തില്ല.